ഏലിയാവിനോട് പറയാണ്, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കാൻ പോകുന്നു. ആമേൻ. അവിടെ ഏലിയാവ് ചെയ്ത കാര്യം ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. Firstly, he repaired the altar of the Lord that was broken. ദൈവം പറഞ്ഞു, ഞാൻ മഴ പെയ്യ്ക്കാൻ പോകുകയാണ്. He said, I will send the rain. ദൈവം മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അല്പസമയം ദൈവം മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ, ഇത് തിരിച്ചറിഞ്ഞ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്താണ് യാഗപീഠം എന്ന് പറയുന്നത്? So what is the altar? യാഗപീഠം എന്ന് പറയുന്നത് ആരാധനയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. It symbolizes worship. ആമേൻ. യാഗപീഠം എന്ന് പറയുന്നത് ഡിവൈൻ എൻകൗണ്ടർ, ദൈവവുമായിട്ടുള്ള ഇടപെടലിനെ കാണിക്കുന്ന ഒരു The കാര്യമാണ്. altar signifies the divine encounters from God. ആമേൻ. യാഗപീഠം എന്ന് പറയുന്നത് മെമ്മോറിയൽ ഓഫ് കവനന്റ്, ദൈവവുമായിട്ടുള്ള ആ കവനന്റിനെ, ആ ഉടമ്പടിയെ കാണിക്കുന്നതാണ് യാഗപീഠം. And it also shows the sacred covenant between you and God. യാഗപീഠം എന്ന് പറയുന്നത് സിംബൽ ഓഫ് ഫോർഗിവ്നെസ്, ആമേൻ, ക്ഷമയുടെ ഒരു അടയാളമാണ് യാഗപീഠം എന്ന് And it's പറയുന്നത്. also a sign of forgiveness. ആമേൻ. അത് മാത്രമല്ല, യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യരുടെ പാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് യാഗപീഠം എന്ന് You can പറയുന്നത്. also see it as the place of intercession. ദൈവം ഒരു മഴ അയക്കാമെന്നൊരു പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, And if you've got the promise of rain, ദൈവം ഒരു മഴ അയക്കാമെന്നൊരു വാഗ്ദത്തം നമുക്ക് and തന്നിട്ടുണ്ടെങ്കിൽ, he's given you the prophecy of rain, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾക്കൊരു മാറ്റം വരുത്താമെന്ന് ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, and if he's spoken to you to change your life around, അടുത്തത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം നന്നാക്കുക. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, യാഗപീഠത്തെ കാണിക്കുന്നത് ഈ വിധത്തിലുള്ള 6 കൂട്ടം കാര്യങ്ങളാണ് യാഗപീഠത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. like I said, these 6 different things signifies the altar. ആരാധനയെ പുതുക്കി പണിയുക. Firstly, the worship. ദൈവവുമായിട്ടുള്ള ബന്ധം ആമേൻ ഉടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ പുനഃസ്ഥാപിക്കുക. And secondly, the broken connection between you. ഇത്രയും കാര്യങ്ങളാണ് ആമേൻ ഒരു യാഗപീഠം പുതുക്കി പണിയുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So by repairing the altar, it signifies all these things. ദൈവം ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തരണമെങ്കിൽ, In order for God to give us a blessing, ദൈവം ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ in തരണമെങ്കിൽ, order for him to give us a deliverance, ദൈവം ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരണമെങ്കിൽ, in order for him to give peace to your lives, ആമേൻ, നഷ്ടപ്പെട്ട ചിലതിനെ മടക്കി തരണമെങ്കിൽ, for him to give back what was lost, അടഞ്ഞ വാതിലുകൾ തുറക്കണമെങ്കിൽ, to open the closed doors, നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരണമെങ്കിൽ, to reinstate the peace that was gone, നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വരണമെങ്കിൽ, to return the happiness, പരാജയങ്ങൾ വിജയമായി മാറണമെങ്കിൽ, for the victories, ആമേൻ, നമ്മുടെ രട്ടുകൾ അഴിച്ച സന്തോഷം ഉടുപ്പിക്കേണ്ട അനുഭവം ആ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ, and to the experience of gladness, ഹല്ലേലൂയ, ആമേൻ, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ you പണിയപ്പെടണം. must rebuild the broken altar. എത്ര പേരൊന്ന് പുതുക്കി പണിയുവാൻ How തയ്യാറാണ്? many if you're ready to do that? ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. Elijah repaired the broken down. അവിടെ കാണുന്നത് ആ യാഗപീഠം പണിയുന്നതിന് ഒരു രീതിയുണ്ട്. Here we see the way in which the altar was built. എങ്ങനെയെങ്കിലും യാഗപീഠം പണിയാൻ പറ്റത്തില്ല. Cannot be built as you wish. യാഗപീഠം പണിയുന്നത് ആമേൻ ദൈവവചനത്തിന്റെ ഒരു പ്രമാണമുണ്ട്. But there's a commandment to build the altar. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, Tonight, let me tell you, ആമൻ, നമ്മുടെ ജീവിതത്തിന്റെ യാഗപീഠം പണിയുമ്പോൾ ആ പണിയേണ്ടതിന് ആമൻ ദൈവവചനപ്രകാരം ചില ക്രമീകരണങ്ങളുണ്ട്. the altar of our lives should be rebuilt in a specific way according to Bible. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ I പോകുന്നു. will send rain on the earth. says അത് God. ദൈവത്തിന്റെ പ്രോമിസ് And it ആണ്. was the promise of ആ God. പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകണമെങ്കിൽ, നിറവേറണമെങ്കിൽ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ പണിയണം. പണിതാൽ മാത്രമേ ആമൻ ദൈവം പറയുന്ന ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. And in order for that promise to be fulfilled, you must build your life according to the Bible. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവവചനപ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ഒരു യാഗപീഠം പണിതിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. And here we can see Elijah builds the temple accordingly and he prays. അപ്പോൾ ദൈവഹിതപ്രകാരം ആമൻ ആ പണി നടത്തി കഴിഞ്ഞ യാഗപീഠം പണിത് കഴിഞ്ഞ് After the altar is built accordingly, ഒത്തിരി ഒന്നും പ്രാർത്ഥിച്ചില്ല, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുവാനിടയായി. Elijah prayed just one prayer and the fire came down. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങാത്തത്? Why did the fire not come down when we pray? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മറുപടികൾ ശരിയായ സമയത്ത് ശരിയായ വിധത്തിൽ ലഭിക്കാത്തത്? Why do we not receive the answers to our prayers in the right time? അതിന്റെ കാരണം ഇതാണ്. And the reason is ആമേൻ, നമ്മൾ വേണ്ടതുപോലെ ആയിട്ടില്ല. we've
We've not come to the standard. ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ ആയിട്ടില്ല. We've not come to the measure that God expects. ആ നിലവാരത്തിലേക്ക് ആകുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആമേൻ ദൈവത്തിന്റെ തീ അല്ലെങ്കിൽ ദൈവത്തിന്റെ മറുപടി ആമേൻ നമ്മുടെ വിഷയത്തിന്മേൽ വെളിപ്പെടുന്നത്. And as you submit yourself to that standard, He will answer you. ആമേൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് വളർന്നു വരുവാൻ How many കഴിയും? of you can grow to God? പലരും ദൈവവചനത്തെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആമേൻ ആമേൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. Many people, they interpret the Bible as they wish. ആമേൻ നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തിന്റെ വചനത്തെ ടേൺ ചെയ്തിട്ട് ആമേൻ നമ്മൾ അതനുസരിച്ച് ജീവിക്കേണ്ടത്. ദൈവവചനം എന്താണ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ആമേൻ നമ്മുടെ ചിന്തകളെ തിരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. Not to the liking of ourselves when we read the Bible, but what it says, understand and live accordingly. ഇവിടെ 3.5 വർഷത്തെ ക്ഷാമത്തിന് ശേഷം Here after the 3 years of famine, ഏലിയാവ് യാഗപീഠത്തെ പണിയുകയാണ്. Elijah repairs the broken altar. ഹല്ലേലൂയ. ആമേൻ ജീവിതത്തിൽ ഒരു ക്ഷാമമുണ്ടെങ്കിൽ If there's a famine in your life, ആമേൻ ദൈവം മഴ അയക്കാൻ പോകുകയാണ്. He's going to send the rain. ദൈവം മഴ അയക്കുക തന്നെ ചെയ്യും. And He will send the rain. ആമേൻ ഒറ്റ കാര്യം നമ്മൾ ചെയ്യുക, Just one thing you must do. യാഗപീഠത്തെ പണിയുക. You must rebuild your altar. ഹല്ലേലൂയ. യാഗപീഠത്തെ പണിയുക. Rebuild your altar. യാഗപീഠം പണിതതിനു ശേഷം After you've done so, ആമേൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. just one prayer is ഒറ്റ needed. പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. One prayer. ആ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതകരമായ ആമേൻ പ്രവർത്തികൾ കാണുവാൻ And കഴിയും. in that prayer you will see miracles. ഇവിടെ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ We can കഴിയുന്നുണ്ട്. see 2 prayers. ഒന്നാമത്തെ പ്രാർത്ഥന തീ ഇറങ്ങാനുള്ള The പ്രാർത്ഥനയാണ്. first one was for the fire to come down. ആമേൻ രണ്ടാമത്തെ പ്രാർത്ഥന മഴ പെയ്യാനുള്ള The പ്രാർത്ഥനയാണ്. second prayer was for the rain to come down. ആമേൻ ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്കും രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കും ആമേൻ തമ്മിൽ ആമേൻ വലിയ വ്യത്യാസമുണ്ട്. So the first and the second prayer, there are massive differences between them. ആമേൻ ഒന്നാമത്തെ പ്രാർത്ഥന മടങ്ങി വരവിനുള്ള പ്രാർത്ഥനയാണ്. The first prayer was of repentance, ആമേൻ ക്രമീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. of rebuilding. ആമേൻ എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന ആമേൻ ക്രമീകരിച്ചതിന് ശേഷം ആ വലിയ മഴയുടെ അനുഭവത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. But the second prayer was after they rebuilt the altar, was for the fire. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ലേ എന്ന്. And you may ask, if I ask for a certain thing, will God not do it in my life? തീർച്ചയായിട്ടും ദൈവം സർവശക്തനാണ്. Certainly He is almighty. അവൻ സർവ്വവ്യാപിയാണ്. He's almighty. പക്ഷേ തന്റെ മക്കളോടുള്ള ബന്ധത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ നിർബന്ധമാണ്. But regarding His children, there are certain things that He expects of them. ആമേൻ. കർത്താവ് പറയാണ് എന്നോട് അപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരും. And God says, what you ask of me, I will give to you. എന്ന് വെച്ചാൽ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. So He expects us to ask Him what we want. ആമേൻ. ചിലരിങ്ങനെ പറയാറുണ്ട്, Some people say, ആമേൻ ദൈവത്തിന് എന്റെ എല്ലാ കാര്യവും അറിയാം, God knows everything of me. എന്നാ പിന്നെ ദൈവം ആ സമയത്ത് അങ്ങ് ചെയ്തുകൂടായോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. Then why doesn't God provide according to my needs? ആമേൻ. അതല്ല ദൈവവചനത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. That's not the way of the Bible. ദൈവവചനത്തിന്റെ രീതി എന്ന് പറയുന്നത് The way of the word of the Lord. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാനുണ്ട്. There are certain things for Him to do in our lives. ദൈവം അത് ചെയ്യാൻ ശക്തനാണ്. And He is capable of doing it. പക്ഷേ ആമേൻ നമ്മൾ അവനോട് കണക്റ്റഡ് ആയിരിക്കണം, അവനോട് യാചിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനോടുള്ള റിലേഷൻ നമ്മൾ ആമേൻ പുതുക്കിക്കൊണ്ടിരിക്കണം, അത് നിലനിർത്തണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. But one thing He desires is that you continually maintain that relationship and the connection with God. രണ്ടാമത്തെ പ്രാവശ്യം ആമേൻ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. And secondly, we can see Elijah. ഏലിയാവ് കർമ്മേലിന്റെ മുകളിലേക്ക് കയറി So we can see here Elijah went up to Mount Carmel ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. and he prays to God. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? How does he pray to God? നിലത്ത് കുനിഞ്ഞ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. He bowed down on the ground and put his face between his knees. ആമേൻ. ദൈവമേ മഴ പെയ്യിക്കണമേ. And he said, Lord, send the rain. ഏലിയാവ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? What did he pray for? ആമേൻ. മഴ പെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. He prayed for the rain. മഴ പെയ്യിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? What did God say to him? ദൈവം പറഞ്ഞിട്ടുണ്ട്. He said that He'd send the rain. ഹല്ലേലൂയ. ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യിക്കുമെന്ന്. God had already said, I would send the rain. പക്ഷേ ഇവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ് മഴ പെയ്യിക്കാൻ But വേണ്ടി. we can see Elijah praying for the rain. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, And tonight, let me tell you, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വിഷയത്തെയും ദൈവകരങ്ങളിൽ ബോധിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. it's our responsibility to give the problems that we have to the Lord. ആമേൻ. പ്രാർത്ഥനാ വിഷയങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നതല്ല
ശരിയായിട്ടുള്ള കാര്യം. It's not that you give your problems to someone else to pray. ആമേൻ. ദൈവം പറഞ്ഞതല്ലേ ദൈവം ചെയ്യുമെന്നുള്ള ബോധ്യത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് Just പറയുന്നത്. because he's given the promise that he do something, does not mean you can live however ആമേൻ. you want. ദൈവം നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. If he said something, you must pray and desire for it. Hallelujah. ആമേൻ. നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം മറന്നു പോയത് കൊണ്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. And why should you pray? Not because he's forgotten, ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളത്. because that's something he desires off of you. ആമേൻ. ഇവിടെ ഏലിയാവ് 7 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത്. Here Elijah prays 7 times. ആമേൻ. തീയിറങ്ങാൻ വേണ്ടി ഒറ്റ പ്രാർത്ഥന 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു. For the fire to come down, he prayed only once. ഒരുപക്ഷെ 1 മിനിറ്റ് കൊണ്ട് ഒതുങ്ങുന്ന പ്രാർത്ഥനയായിരുന്നു തീയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. Maybe in a single minute he prayed and the fire came down. എന്നാൽ ആമേൻ മഴ പെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ചില മിനിറ്റുകളോ ചില മണിക്കൂറുകളോ ഏലിയാവിന് പ്രാർത്ഥിക്കേണ്ടതായിട്ട് For വന്നു. the rain, maybe a couple minutes, couple hours, he had to pray. ഈ ദിവസങ്ങളിൽ ചില മഴകൾ നമ്മുടെ ജീവിതത്തിൽ പെയ്യട്ടെ. And these days, some rains are going to come upon our lives. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. And God says, I will send the rain. അത് അനുഗ്രഹ മഴയായിരിക്കും. And it will be a blessing. ആമേൻ. ദൈവത്തിന് ആമേൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. It's for him to bless us. ദൈവം എൻ്റെ മേൽ ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ If God gives an anointing or a blessing on me, ആമേൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. there are certain things that I must do for them. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. Firstly, is get your life in order. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. Secondly, continue in prayer. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിയായ മഴ പെയ്യുന്നത്. As you do these 2 things, you're going to see the results of the ആവണക്ക് നിന്റെ മുകളിൽ കിളിച്ചത് കണ്ട ഒറ്റ രാത്രി കൊണ്ട് ആവണക്ക് കിളിച്ചു വന്നപ്പോൾ യോന ആവണക്കിൽ സന്തോഷിച്ചു. ആമൻ. എന്നാൽ വചനം ഇങ്ങനെയാ പറയുന്നത്, ആവണക്കിനെ ഉണക്കിക്കളയുവാൻ അവൻ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. ആമൻ. ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ആമൻ. ആ പുഴു എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ മേൽ വളർന്ന, അവന്റെ തണലായി വളർന്ന, അവൻ ആശ്വാസമായി വളർന്ന, അവന് സന്തോഷമായി അവന്റെ മുകളിൽ വളർന്ന ആവണക്ക് കരിഞ്ഞുപോയി. ഹല്ലേലൂയ. ആമൻ. ആവണക്കുകൾ കരിഞ്ഞു പോകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട.